ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനൊന്നും പറയല്ല മോളെ. മൂക്കൊരു അപകടം വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം കഴിപ്പിച്ചതാ. എന്റെ മോൾക്കൊരാപത്ത് വന്നാ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ? നീ എനിക്ക് എന്റെ മോള് തന്നെയല്ലേ. കുറച്ചു ദിവസമായിട്ട് മോളുടെ മാനസികാവസ്ഥ ഒന്നും ശരിയല്ലല്ലോ. ഞാൻ കാണാൻ മോശമാണോ? വരുണൻ എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ എന്താ തടസ്സം? ചില നേരത്ത് വല്ലാത്ത മടുപ്പ് തോന്നും. നീ കാണാൻ സുന്ദരിയ. നിന്നെ കാണുന്ന ഒരു പുരുഷനും നിന്നൊന്നും ശ്രദ്ധിക്കാതിരിക്കില്ല. പക്ഷേ എന്നിട്ടും വരുൺ അകന്നു പോകുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണേ ഉണ്ടാവൂ. നീയല്ലാതെ മറ്റൊരു പെണ്ണ് വരുണിന്റെ മനസ്സിലുണ്ട്. കാമുകിയുടെ സ്ഥാനത്തോ ഭാര്യയുടെ സ്ഥാനത്തോ വരുൺ അവളെ കാണുന്നുണ്ട്. ചെറിയമ്മ വെറുതെ അവളെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കാതെ. നമുക്കറിയാവുന്ന കാര്യങ്ങള് നമ്മൾ മനസ്സിൽ വെച്ച് നടന്ന ഇവള് നിത്യവേദന അനുഭവിക്കുന്നത് നമ്മൾ കാണേണ്ടി വരില്ലേ കൽപ്പനെ? എന്താ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം? വരുണിന്റെ മനസ്സിൽ ഒരു പെണ്ണുണ്ട്. അവൻ അവളുമായിട്ട് രഹസ്യമായിട്ട് ജീവിക്കുന്നുമുണ്ട്. ആ പെണ്ണില്ലാതായ വരുണിന്റെ മനസ്സില് നിനക്ക് കേറിപ്പറ്റാൻ പറ്റും. ഏതാ അവള്? വരുണിന്റെ ഫ്രണ്ടാണോ? അതോ വല്ലോ ഓഫീസിലോ മറ്റോ? ആ പെണ്ണിന്റെ പേര് രാധിക എന്ന. നിന്റെ ചേച്ചി. നിങ്ങൾ വെറുതെ പറയാ. ചേച്ചി അങ്ങനൊന്നും ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ വരുണിനെ എന്നെ ഒന്നിപ്പിക്കാൻ വേണ്ടി ചേച്ചി ഇത്രയും കഷ്ടപ്പെടുവോ? അതവളുടെ അടവ്. സത്യം പറഞ്ഞ കുട്ടിക്കുരുങ്ങനെ കൊണ്ട് ചൂട് ചോറ് വാരിക്കുന്നത് പോലെ അവള് നിന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചോണ്ടിരിക്കുക. അവരുടെ പ്രണയത്തിനെ പലപ്പോഴും ഞാൻ സാക്ഷിയായിട്ടുണ്ട്. ഞാനത് പത്മിനിയടുത്തിയോട് പറഞ്ഞതുകൊണ്ടാ പത്മിനിയടുത്തി ഇപ്പൊ നിനക്ക് വേണ്ടി സംസാരിക്കുന്നത്, നിന്റെ കൂടെ നിൽക്കുന്നത്. എനിക്കെന്തോ വിശ്വാസം വരുന്നില്ല. വിശ്വാസം ഞങ്ങൾ ഉണ്ടാക്കിത്തരാം. ചെറിയമ്മ കണ്ടു എന്ന് പറയുന്ന കാഴ്ച നേരിട്ട് കണ്ട നീ വിശ്വസിക്കും. ഞാൻ കണ്ട കാഴ്ച നീയായിരുന്നു കണ്ടിരുന്നെങ്കിലേ രാധിക ഇപ്പൊ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. ദേ, ഞങ്ങള് പറയേണ്ടത് പറഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും നിന്റെ ഉത്തരവാദിത്വം. നമുക്ക് പോവാൻ കൽപ്പനെ. പ്രിയങ്ക, നീ ഒരു കാര്യം മനസ്സിൽ വെച്ചോ. നീയും ജാതികയും തമ്മില് ഒരു മത്സരം നടന്ന നീ ഒരിക്കലും അതിൽ ജയിക്കില്ല. ജയിക്കില്ലെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാ ചതിക്കാനുള്ള മനസ്സ് വേണം. മനസ്സിലായോ? പെട്ടെന്ന് അവൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല അല്ലേ ചെറിയമ്മ? അവള് പെട്ടെന്ന് വിശ്വസിക്കണമെന്ന് നമുക്ക് നിർബന്ധമില്ലല്ലോ. ഒറ്റയടിക്ക് ഇതെല്ലാം കൂടി കത്തിപ്പോയാ എന്താ രസം? പതിയെ എരിഞ്ഞെരിഞ്ഞ് തീരട്ടെ അല്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഫിദ മാഡത്തിന്റെ കൂട്ടുകാരിയായിട്ടും ഒരു വാക്കുപോലും സംസാരിച്ചില്ലെന്ന് പരാതി പറഞ്ഞു രാധിക. ഭഗവാൻ രക്ഷിച്ചെന്ന് കരുതിയാൽ മതി. ഞാൻ കുറച്ചു ദൂരം അങ്ങോട്ടേക്ക് പോയി.
പിന്നിങ്ങോട്ട് തിരിച്ചു വന്നു. ആ എടുത്തി മോക്ക് പുഷ്പാഞ്ജലിയുടെ പ്രസാദം ചാർത്തി കൊടുക്കണേ. അതൊക്കെ ഞാൻ ചെയ്തോളാം. ശ്യാമ പോയി വേഷം മാറ്റാം. അമൃത മാഡം, ചെല്ല്. ഫിദ മാഡം എവിടെയാ? ടോയ്ലറ്റിലാ. ആ, ഫിദ മാഡത്തിനെ കണ്ടിട്ട് വേണം എനിക്ക് ആ വേണി മാഡത്തിനെ കുറിച്ച് ചിലത് പറയാൻ. എന്ത് പറയാൻ? അല്ല, അവര് സുഹൃത്തുക്കളല്ലേ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്നോടൊന്നും മിണ്ട പോലും ചെയ്തില്ലല്ലോ. ആ, അല്ല, ഞാനത് ഫിദയോട് പറഞ്ഞു. വേണി മോളുമായിട്ട് സംസാരിക്കതില് ഫിദയ്ക്ക് നല്ല വിഷമമുണ്ട്. ആ, മാഡം, ഫിദ മാഡം എന്നെ സ്വന്തം മോളായിട്ടാ കാണുന്നേ. വലിയ സ്നേഹാന്നൊക്കെ ഞാൻ വേണി മാഡത്തിനോട് പറഞ്ഞു. ഒരു വാക്ക് പോലും എന്നോട് മിണ്ടിയില്ല. അവൾ അങ്ങനെയാ മോളെ, അധികം സംസാരിക്കാറൊന്നുമില്ല. ആ, അധികം സംസാരിക്കില്ല. എന്നാലും കൂട്ടുകാരിയുടെ മോളോടൊന്നും മിണ്ടാലോ. ശോ, പോട്ടെ മോളെ. അമ്പലത്തിലെ പ്രസാദമുണ്ട്, ഞാൻ ഇട്ട് തരട്ടെ. ഇതാ വേണി മാഡത്തിന് വേണ്ടി കഴിപ്പിച്ച പുഷ്പാഞ്ജലിയുടെ പ്രസാദല്ലേ, എനിക്ക് വേണം. അങ്ങനെയൊന്നും പറയില്ല മോളെ. മോക്കൊരു അപകടം വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം കഴിപ്പിച്ചതാ. എന്റെ മോൾക്കൊരാപത്ത് വന്നാ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. ഏ, എന്തിനാ അങ്ങനൊക്കെ പറയുന്നേ? നീ എനിക്ക് എന്റെ മോള് തന്നെയല്ലേ. കുറച്ചു ദിവസമായിട്ട് മോളുടെ മാനസികാവസ്ഥ ഒന്നും ശരിയല്ലല്ലോ. അതുകൊണ്ട് മോളുടെ ഇഷ്ടപ്പെട്ട ദൈവത്തിനടുത്ത് പോയി വേണ്ട പൂജയൊക്കെ നടത്താൻ ഞാൻ അമൃതയെ ഏൽപ്പിച്ചതാ. ആണോ? എന്നാ പ്രസാദം എനിക്ക് തന്നേക്ക്. എന്റെ അമ്മ എനിക്ക് വേണ്ടി ചെയ്തല്ലേ. അതെ, എന്നെക്കുറിച്ച് അങ്ങനെ അധികം പേടിക്കൊന്നും വേണ്ട കേട്ടോ. പ്രാർത്ഥിക്കാനും കാവലിരിക്കാനൊക്കെ എനിക്ക് ഈ അമ്മയുണ്ടല്ലോ.